2025 അവസാനിച്ച 10 വർഷ കാലയളവിൽ സ്കിൽഡ് വിസയിൽ ബ്രിട്ടനിലെത്തിയത് വളരെ കുറച്ച് വിദേശ തൊഴിലാളികൾ മാത്രം. 2024 ഏപ്രിലിനും 2025 ജനുവരിക്കും ഇടയിൽ നൽകിയ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയുടെ എണ്ണത്തിലും കാര്യമായ കുറവുണ്ടായി. കെയർ വർക്കർമാരെ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന 2022 ഫെബ്രുവരി മുതൽ 2023 ഓഗസ്റ്റ് വരെയുള്ള കാലഘട്ടത്തിൽ പ്രതിമാസ അപേക്ഷകരുടെ എണ്ണം 4100-ൽ നിന്നും 18300-ആയി ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് താഴേക്ക് കൂപ്പുകുത്തുകയാണ്. 2024 മാർച്ചിൽ അപേക്ഷിച്ചത് 2400 പേർ മാത്രമായിരുന്നു. പിന്നീട് ഈ കണക്കേറെ മാറ്റമില്ലാതെ കുറച്ച് മാസങ്ങൾ കൂടി തുടർന്നെങ്കിലും 2025 ലഭിച്ചത് 1900 അപേക്ഷകൾ മാത്രമായിരുന്നു എന്ന് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2024 ഏപ്രിൽ മുതൽ 2025 ജനുവരി വരെയുള്ള കാലയളവിൽ ഹെൽത്ത് ആൻഡ് കെയർ വിസയ്ക്കായി അപേക്ഷിച്ചത് 23,200 പേരായിരുന്നു. 2023 ഏപ്രിൽ മുതൽ 2024 ജനുവരി വരെയുള്ള കാലഘട്ടത്തിൽ ലഭിച്ചതിനേക്കാൾ 81% കുറവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. 2024 മാർച്ചിലായിരുന്നു സോഷ്യൽ കെയർ വർക്കർമാരെയും അവരുടെ കുടുംബത്തെയും ബാധിക്കുന്ന തരത്തിൽ നയങ്ങളിൽ മാറ്റമുണ്ടായത്. വിദേശ കെയർ വർക്കർമാർ അവരുടെ കുടുംബത്തെയും കുട്ടികളെയും ബ്രിട്ടനിലേക്ക് കൊണ്ടുവരുന്നത് സർക്കാർ നിരോധിച്ചു. ഇതോടെ ഏകരായുള്ളവർക്കോ കുടുംബത്തെ നാട്ടിൽ വിട്ട് UK-യിലേക്ക് വരാൻ തയ്യാറായുള്ളവരോ ആയവർക്ക് മാത്രമേ വിസയ്ക്കായി അപേക്ഷിക്കാനാകൂ എന്ന സാഹചര്യം സംജാതമായി. എന്നാൽ 2023 രണ്ടാം പകുതി മുതൽ തന്നെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ മേഖലയിലെ തൊഴിലുടമകളെ സർക്കാർ കർക്കശ പരിശോധനകൾക്ക് വിധേയമാക്കാൻ തുടങ്ങിയതിനാലും ചില തൊഴിലുടമകൾക്ക് നേരെ കർശന നടപടികൾ കൈക്കൊണ്ടതിനാലും വിദേശത്തു നിന്നും കെയർ വർക്കർമാരെ റിക്രൂട്ട് ചെയ്യുന്നത് സാവധാനം കുറഞ്ഞു തുടങ്ങിയിരുന്നു. ആശ്രിത വിസയ്ക്കുള്ള അപേക്ഷകരുടെ എണ്ണവും 2023 ഡിസംബർ മുതൽ കുറഞ്ഞു തുടങ്ങിയിരുന്നു. സ്കിൽഡ് വർക്കർ വിസയുടെ കാര്യത്തിലും ഈ കുറവ് ദൃശ്യമാകുന്നുണ്ട്. 2024 ഏപ്രിൽ മുതൽ 2025 ജനുവരി വരെയുള്ള കാലയളവിൽ തൊട്ട് മുമ്പത്തെ വർഷം ഇതേ കാലയളവിൽ ലഭിച്ചതിനേക്കാൾ 10% അപേക്ഷകൾ കുറവാണ് ലഭിച്ചത്. വിസ ലഭിക്കുന്നതിനുള്ള മിനിമം ശമ്പള പരിധി ഉയർത്തിയതാണ് ഇതിന് പ്രധാന കാരണം. 2023 രണ്ടാം പകുതി മുതൽ തന്നെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ മേഖലയിലെ തൊഴിലുടമകളെ സർക്കാർ കർക്കശ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തുടങ്ങിയതിനാൽ കർക്കശ നടപടികൾ കൈക്കൊണ്ടതിനാലൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു റിക്രൂട്ട്മെന്റ് സംവിധാനം സാവകാശം കുറഞ്ഞു വന്നിരുന്നു. ആശ്രിത വിസയ്ക്കുള്ള അപേക്ഷകരുടെ എണ്ണവും 2023 ഡിസംബർ മുതൽ കുറഞ്ഞു തുടങ്ങിയിരുന്നു. എന്തായാലും ബ്രിട്ടനിലെത്തിയത് വളരെ കുറച്ച് വിദേശ തൊഴിലാളികൾ മാത്രമാണെന്നാണ് ഒടുവിൽ കണക്ക് വരുന്നത്. ഏപ്രിലിനും ജനുവരിക്കും ഇടയിൽ നൽകിയ വിസയുടെ എണ്ണത്തിൽ വളരെ കാര്യമായി തന്നെ കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന 2022 ഫെബ്രുവരി മുതൽ 2023 ഓഗസ്റ്റ് വരെയുള്ള കാലഘട്ടത്തിൽ പ്രതിമാസ അപേക്ഷകരുടെ എണ്ണവും ഉയർന്നിരുന്നു. ഇപ്പോൾ ഇതെല്ലാം താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത്.